ഹലോ ഫ്രണ്ട്സ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യൂട്യൂബിലിങ്ങനെ പരതിയപ്പോൾ ഒരു കേവലം 4 വീഡിയോസ് ചെയ്ത് 5 പോയിന്റ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായ ഒരു ചാനൽ ഞാൻ കണ്ടു. ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് മല്ലു ഫ്ലാഷ് ന്യൂസ് എന്നാണ്. 4 വീഡിയോസേ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ഒരു 5 ദിവസം മുമ്പ് ചെയ്ത മമ്മൂട്ടിയുടെ അവസ്ഥ ദുഃഖകരം, അതിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് 3.8 വ്യൂസാണ്. 4 ദിവസം മുമ്പ് ചെയ്തേക്കുന്നത് ദുഃഖ വാർത്ത തന്നെയാണ്. മമ്മൂട്ടി ലേറ്റസ്റ്റ് ന്യൂസ് 18K വ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് ദുഃഖകരം മമ്മൂട്ടി ലേറ്റസ്റ്റ് ന്യൂസ് 1.7K വ്യൂസ് കിട്ടിയിരിക്കുന്നു. 3 ദിവസം മുമ്പ് കിട്ടിയ വീഡിയോസ്. അതീവ ദുഃഖ വാർത്ത മമ്മൂട്ടി ന്യൂസ് 1.8 വ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ദിവസം മുമ്പ് അയച്ചത്. അതിങ്ങനെയാണ് ദുഃഖവാർത്ത, വലിയ ദുഃഖവാർത്ത, ക്യാൻസർ, ദുഃഖം, അതീവ ദുഃഖ വാർത്ത. ഇങ്ങനെ വീഡിയോസിൽ കണ്ടിരിക്കുന്ന ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിനൊരു വീഡിയോ അദ്ദേഹം പറയുന്നത്, ഞാനിത് റീച്ച് കിട്ടാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ വ്യൂസുകൾ കിട്ടാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. ഇത് മമ്മൂട്ടിക്ക് ക്യാൻസറാണ്, ഇത് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ സാധാരണ ചില ചികിത്സകൾ ചില സ്ഥലത്ത് സൗജന്യമായിട്ട് കിട്ടും. അപ്പം അങ്ങനത്തെ വീഡിയോ എല്ലാവരും എത്തിക്കുക എന്ന് പറയുന്നത് പോലെയാണ് ഇദ്ദേഹം ഒരു നടൻ്റെ ക്യാൻസർ എന്ന അസുഖത്തെ എല്ലാവരെയും അറിയിക്കുക. അത് ഓൾറെഡി 2-3 ആഴ്ചകൾക്ക് മുമ്പ് എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ് ഇദ്ദേഹം ഈ 5 ദിവസം മുമ്പ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇദ്ദേഹം എനിക്ക് തോന്നുന്നു 5 ദിവസം മുമ്പ് അറിഞ്ഞെന്ന് തോന്നുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് എനിക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയല്ല, റീച്ച് കിട്ടാൻ വേണ്ടിയല്ല എന്ന്. പക്ഷേ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിപ്പോൾ ഒരു നാട്ടിൽ ദുരന്തം ഉണ്ടായി, നമ്മൾ ഈ വാർത്ത എല്ലാവരും എത്തിക്കാൻ പറയുന്നത് കാരണം എത്രയും പെട്ടെന്ന് അങ്ങോട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി നമ്മൾ പറയും, ഇത് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മരുന്നിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ചികിത്സ ഫ്രീ ആയിട്ട് കിട്ടുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചികിത്സ കിട്ടുന്നതിനെക്കുറിച്ചൊക്കെ ഒരു സ്ഥലമുണ്ട്. അതേക്കുറിച്ചുള്ള ഒരു വാർത്ത എല്ലാവരിലും എത്തിക്കണമെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു നടൻ്റെ അസുഖം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശബുദ്ധി എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്ന ഡയലോഗാണ് ഏറ്റവും രസം. എനിക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയില്ല, റീച്ച് കിട്ടാൻ വേണ്ടിയല്ല, മമ്മൂട്ടി ക്യാൻസർ എന്നുള്ള കാര്യം എല്ലാവരും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഞാനിത് ചെയ്യുന്നതാണ്. ലാസ്റ്റ് അതീവ ദുഃഖ വാർത്ത മമ്മൂട്ടി ന്യൂസ് എന്ന് പറഞ്ഞ 4 വീഡിയോസാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. 4 വീഡിയോസ് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 5.3K ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 1 വർഷമായിട്ട് 2 വർഷമായിട്ടും 1K പോലും കിട്ടാത്ത ചാനലുകാരുണ്ടെന്ന് ഓർക്കണം. ഇപ്പോഴാണ് വെറും 4 മമ്മൂട്ടിയുടെ ക്യാൻസർ വാർത്തയെക്കുറിച്ച് കൊടുത്തിട്ട് അദ്ദേഹത്തിന് 5.3K സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് ഇട്ട അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ വായിക്കാൻ പറ്റും. ഇതൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ എല്ലാവരും അറിഞ്ഞതല്ലേ ചങ്ങായി, മനുഷ്യനാണെങ്കിൽ ലേശം ഉളുപ്പ് വേണ്ടേ. പിന്നെ ഇത് പറയാനായിട്ട് ക്യാപ്ഷൻ തന്നെ തീരെ തെറ്റായിപ്പോയി. അങ്ങനെ കുറേ നെഗറ്റീവ് മെസ്സേജാണ് കണ്ടിരിക്കുന്നത്. നെഗറ്റീവ് മെസ്സേജ് കണ്ടതുകൊണ്ടല്ല ഞാൻ പറയണേ, നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അയച്ചുള്ള മെസ്സേജ് രസമാണ്, ഒരു 2000 രൂപയുടെ കുറവുണ്ട്, നീ അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലും അസുഖമാണ്, പിരിവ് നടത്തുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യണം, നമ്മൾ എത്രയും പെട്ടെന്ന് ധനസഹായം സമാഹരിക്കണം, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ അദ്ദേഹത്തെ കളിയാക്കി ഒരു മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ഒരു 2000 രൂപയുടെ കുറവുണ്ട്, നീ അയച്ചു കൊടുക്കണം. ആര്? ഈ വീഡിയോ ഇട്ട ആള്. വളരെ നെഗറ്റീവ് കമൻറ്റുകളാണ് മൊത്തം കാണാൻ പറ്റുന്നത്. എൻ്റെ പൊന്നിക്ക, ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ആണ് അറിയുന്നത്. 1 വീക്കായി ഈ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മാത്രമേ ഇത് അറിയാൻ വൈകിയത്. രോഗം വെച്ച് കണ്ടന്റ് ഇനിയെങ്കിലും നിർത്തൂ. രോഗം വെച്ചിട്ടുള്ള കണ്ടന്റ് ഇനിയെങ്കിലും നിർത്തൂ. നിന്നെക്കുറിച്ച്, ഈ വീഡിയോ ചെയ്ത ആളെക്കുറിച്ച് ധാരാളം കേൾക്കുന്നുണ്ട്. നീ ഒരു പണം പിരിവുകാരനാണ്, നീ പോയി വല്ല ജോലിയും ചെയ്ത് ജീവിക്കണം. മല്ലു ഫ്ലാഷ് ന്യൂസ് എന്ന ചാനലാണ് ഈ 4 വീഡിയോസ് കൊണ്ട് 5K ഇരിക്കുന്നത്. അത് മമ്മൂട്ടിയുടെ രോഗത്തെ കണ്ടന്റാക്കി 4 വീഡിയോസ് ചെയ്ത് നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട്, നല്ല സബ്സ്ക്രൈബേഴ്സിനും കിട്ടിയിട്ടുണ്ട്. നിസ്സാരം 5 ദിവസം കൊണ്ട്.